കിബർ 4 വിധത്തിലാ കിബർ ഉള്ളത്. ഒന്നെന്താണെന്നറിയോ? ഞാൻ അള്ളാഹിനേക്കാൾ വലിയ ഉഷാറാണ്. ഞാൻ അള്ളാഹിനെക്കാട്ടി ഉഷാറാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? നിങ്ങളെന്തൊന്നും ഉണ്ടാത്ത? ഞാൻ അള്ളാഹിനെക്കാട്ടി ഉഷാറാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഉണ്ട്. ആര്? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ ദൈവം തമ്പുരാനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞവനാണ് സാക്ഷാൽ ഫിർഔൻ. അപ്പൊ ഞാൻ അള്ളാഹിനേക്കാൾ വലിയ ഉഷാറാണ്. ആ ചിന്തക്കാണ് ഏറ്റവും വലിയ കിബർ. അതാണ് ഒന്നാമത്തെ കിബർ. രണ്ടാമത്തെ കിബറോ, ഞാൻ പ്രവാചകന്മാരെക്കാൾ ഉഷാറാണ്. ഞാൻ പ്രവാചകന്മാരെക്കാൾ ഉഷാറാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ? ഞാൻ ആ പ്രവാചകനെയും കാട്ടി ഉഷാറാണെന്ന്? ആര്? ഇബ്ലീസ്. എപ്പോ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്ലീസ് എന്താ പറഞ്ഞത്? അന ഖൈറും മിൻ, അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഉഷാറാണ്. നമ്മളെ മലയാളത്തിന്റെ അറബിയാ പറഞ്ഞ അന ഖൈറും മിൻ, ഞാൻ ആദമിനേക്കാൾ നല്ലവനാണ്. ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ, എന്നെ നീ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, അവനെ നീ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് അന ഖൈറും മിൻ, ഞാൻ ആദമിനേക്കാൾ ഉഷാറാണ്. കണ്ടോ, ഇതാണ് രണ്ടാമത്തെ കിബർ. ഞാൻ പ്രവാചകനേക്കാൾ വലിയ ഉഷാറാണ്. മൂന്നാമത്തെ കിബറോ, ഞാൻ ഔലിയാക്കളെക്കാൾ ഉഷാറാണ്. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ ഔലിയാക്കളെ പരിഹസിക്കുന്നവരോ, എന്ത് വലിയെന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുന്നവരോ. തരത്തിലേക്ക് കടക്കുന്നില്ല. 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഈ മൂന്നില് നമ്മൾ വിട്ടിട്ടില്ല അല്ലേ? നമ്മൾ അള്ളാഹിനേക്കാൾ ഉഷാറാ അല്ല, അങ്ങനത്തെ ഒരു ചിന്ത നമുക്കില്ല. രണ്ടാമത്തതോ, ഞാൻ പ്രവാചകനേക്കാൾ ഉഷാറെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ഇല്ല. ഞാൻ ഔലിയാക്കളെക്കാൾ ഉഷാറാണെന്ന് ചിന്തയുണ്ടോ? അതും ഇല്ല. പിന്നെ നമുക്കുള്ള കിബർ ഏതാണെന്നറിയോ? 4ാമത്തെ കിബറാണ്. നമ്മളെ കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചോ. ഞാൻ മറ്റൊരു മുഅ്മിനിനേക്കാൾ ഉഷാറാൻ എന്ന ചിന്തയാണ് 4ാമത്തെ കിബർ. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അതാ കിബറില്ലാത്ത മനുഷ്യന്മാരാരാ? അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാരെ എത്ര നിസ്കരിച്ചിട്ടും ഒന്നും ആസ്വദിക്കാൻ കഴിയാത്തത്, എത്ര നോമ്പെടുത്തിട്ടും ഒരു മധുരം കിട്ടാത്തത്. ഞാൻ അവനെയും കാട്ടി ഉഷാറല്ലേ? ഞാനല്ലേ ഉഷാർ? ഞാൻ ഭയങ്കര സംഭവമല്ലേ? അല്ല, നമ്മളൊന്നുമല്ല എന്ന് അല്ലാഹു നമ്മുടെ സൃഷ്ടിപ്പിലൂടെ തെളിയിക്കുന്നുണ്ട്.